ചെറിയൊരു പോർഷനെങ്കിലും പറയിപ്പിച്ചില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ, കുറേ പേര് വർക്ക് ഫ്രം ഹോം ആയിട്ട് നോക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ മീൻസ് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയാൽ സക്സസ് ആവുമോ, ഒരുപാട് കൺസേൺസ് ആണ് അല്ലേ പല ആളുകൾക്കും. അപ്പോൾ ചെറിയ ഇൻഫർമേഷൻസ്, എനിക്ക് അറിയാവുന്ന ചെറിയ ഇൻഫർമേഷൻസ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഗൈസ്. ഞാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ 3 മന്ത് ഞാൻ എഗെയിൻ ഒരു വീഡിയോ ആയിട്ട് വരും, ഹോപ്പ്ഫുള്ളി മോണിറ്റൈസേഷൻ ആയതിനു ശേഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക കേട്ടോ. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? പക്ഷേ മെയിൻ കൺസേൺസ് പറയുന്നത് നമുക്ക് വലിയ കഴിവൊന്നും ഉണ്ടാവില്ല. എന്നെപ്പോലെ എന്ത് കണ്ടന്റ് ഇടണം, അല്ലെങ്കിൽ ടെക്നിക്കലി നോളേജ് ഇല്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചാനൽ വെറുതെ തുടങ്ങിയാൽ ഇതിനെ എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ കൺസേൺസ് ഉള്ള ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. പക്ഷേ നമുക്കൊരു ആക്ച്വലി യൂട്യൂബ് ഒരു വരുമാന മാർഗ്ഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, യൂട്യൂബിൽ നിന്ന് നല്ല രീതിക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, പുതിയൊരു ചാനലാണ്. നമ്മളിപ്പം ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മന്ത്സേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, ഇതിലോട്ട് കടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഒരു പ്രയത്നമാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു എയിം വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനീഷ്യലി ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനലായി. നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ നമ്മളൊരു 3 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചാനലായി. യൂട്യൂബ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴെ റൈറ്റ് സൈഡിൽ ഏൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്രൈറ്റീരിയാസ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 വീഡിയോസ് ശേഷം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതാണ് മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ, 1000 സബ്സ്ക്രൈബേഴ്സും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷോർട്സുകൾ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ചെറിയ വീഡിയോസുകൾ ഇങ്ങനെ ആക്ട് ചെയ്ത് ഒക്കെ ഇടുമല്ലോ നമ്മൾ, അങ്ങനത്തെ ഷോർട്സുകൾ നമ്മൾ 10 മില്യൺ വ്യൂസ് വേണം. അതല്ലെങ്കിൽ ലോങ് വീഡിയോസ്, ഇപ്പോൾ ലെങ്ത് ആയിട്ട് വ്ളോഗൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ലൈവ് ഒക്കെ ഇടുക, അങ്ങനത്തെ ലോങ് വീഡിയോസിന് 4000 വാച്ച് അവർ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ പ്ലസ് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് മോണിറ്റൈസേഷൻ ആവാനുള്ള യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് തന്നെ നമ്മുടെ എയിം. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങുന്നതിനെക്കാട്ടിലും ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, അതിലൊരു പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കുക, ഒരു പേര്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു 3 വീഡിയോസ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളോ, എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ഒരു പാട്ട്, ഇനിയിപ്പോൾ ആക്ട് ചെയ്യാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആക്ടിങ് അറിയില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് 3 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാനലായി മാറി. അതിനുശേഷം ഞാൻ പറയുന്നത്, നമ്മൾ നോർമൽ സാധാരണക്കാരാണ്, സെലിബ്രിറ്റീസ് ഒന്നുമല്ല, പെട്ടെന്ന് ക്ലിക്ക് ആവില്ല, അത്ര കഴിവൊന്നുമില്ല, ടാലൻ്റ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഒരു ഡിമോട്ടിവേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ലോങ് വീഡിയോസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ലോങ് വീഡിയോസിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ 365 ദിവസത്തിനുള്ളിൽ 4000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ മതി. ഷോർട്സ് ആകുമ്പോഴോ 10 മില്യൺ വ്യൂസ് വേണം നമുക്ക്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വെറും 90 ദിവസമാണ്. അപ്പോൾ അത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ റെഗുലറായിട്ട് ഷോർട്സും ചെയ്യുക, പോസ്റ്റുകൾ ഇടുക, ലോങ് വീഡിയോസ് ഇടുക, എല്ലാം ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഷോർട്സ് വഴി കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഷോർട്സ് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. അതൊരു ബെനിഫിറ്റാണ് ഷോർട്സ് കാണുന്നത് വഴി. അപ്പം അതിന് വേണ്ടി നമ്മൾ റെഗുലറായിട്ട് ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് പോവുക. ലോങ് വീഡിയോസ് ഇപ്പോൾ എന്ത് വേണം ഇടാം, കുക്കിംഗ് വീഡിയോസ് ഇടാം, നമ്മൾ വെറുതെ പുറത്തോട്ട് പോകുന്ന വീഡിയോസുകൾ ഇടാം. ഏതാണ് ക്ലിക്ക് ആവുക നമുക്ക് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് നല്ല നല്ല തംബ്നെയിലുകൾ കൊടുക്കുക, മറ്റുള്ളവരുടെ വീഡിയോസുകൾ കുറേ റെഫർ ചെയ്യുക, ഏതാണ് ക്ലിക്ക് ആവുന്നത്, നമ്മൾ കാണുന്ന വീഡിയോസിൽ ഏതൊക്കെയാണ് സജഷൻസിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒരു 50 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 60 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനിയിപ്പം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് ഓപ്ഷൻ ഓപ്പൺ ആക്കി കൊടുക്കുക. ലൈവിൽ ഇരിക്കാൻ ഒരു 2 അവേഴ്സോ അല്ലെങ്കിൽ ഒരു 1 അവർ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലോങ് വീഡിയോസ് കാറ്റഗറിയിലാണ് പോവുക. അപ്പോൾ ലൈവിൽ നമ്മളതിനെ കാണാനായിട്ട് ചിലപ്പോൾ ആദ്യമൊന്നും വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ വ്യൂസുകൾ കയറി വരുമായിരിക്കും. അപ്പോൾ ലൈവിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ഒരു 2 അവേഴ്സൊക്കെ ലൈവ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വാച്ച് അവർ കയറി വരും. അപ്പോൾ അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസം, ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 75 ദിവസം അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ 75 ദിവസത്തിനുള്ളിൽ 1600 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. 1600 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കഴിവൊന്നുമില്ല, വലിയ വീഡിയോസ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചുമ്മാ ഷോർട്സുകൾ ലിപ്സിംഗ് ഒക്കെ കൊടുത്തിടും, വലിയ എന്തൊക്കെയാണ് എക്സ്പ്രഷനൊക്കെ കൊടുത്തിടും. എൻ്റെ ഒരു ഷോർട്സിൽ എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ്, ഒറ്റ ഷോർട്സിൽ നിന്ന് 50 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷോർട്സ് ഒന്ന് ക്ലിക്കായി 50 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഏതാ ക്ലിക്കാവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് തുടങ്ങാം, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇൻ കേസ് സക്സസ് ആയി ക്ലിക്കായി കഴിഞ്ഞാൽ
നമുക്കും ഒരു വരുമാന മാർഗ്ഗമാണല്ലോ. അപ്പം മടിച്ച് നിൽക്കാണ്ട് എല്ലാവരും ഇതിലോട്ട് കടന്നു വരാം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പം ഏതൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആവുന്ന സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 900 സംതിങ് ഫോളോവേഴ്സ് ആയിരുന്നു ഒരു 10 ദിവസത്തിന് മുന്നേ. അതിനുശേഷം ജെമിനി വന്ന സമയത്ത് എന്ത് ചെയ്തു, ജെമിനിയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തു. വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ 8000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ. ഒറ്റയടിക്കാണ് ഒരു വീഡിയോ ക്ലിക്കായത്. 5 ലക്ഷം വ്യൂസ് പോയി ഒരു വീഡിയോ, അത് ക്ലിക്കായി, അതിൽ 8000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഏതാ ക്ലിക്കാവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കാണ്ട് മുന്നോട്ട് വരൂ. നമുക്കിതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇൻ കേസ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പം എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം, നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാനും ജസ്റ്റ് ഒരു ബിഗിനറാണ്. നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക്